ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇന്ന് സിറിയയിലേക്കാണ്. 24 കൊല്ലം സിറിയ അടക്കിവാണ ബഷാർ അൽ അസദിനെ വിമതസേന വീഴ്ത്തി. HTS അധികാരം പിടിച്ചു. സിറിയയിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ലോകത്തെ രാഷ്ട്രങ്ങളൊക്കെ ചോദിക്കുന്നത്. അശാന്തിയുടെ 13 കൊല്ലങ്ങൾ അവസാനിച്ചെന്നാണ് വിമതർ പറയുന്നത്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമോ എന്ന ആശങ്കയിൽ ലോകം. രാജ്യം വിട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദ് റഷ്യയിൽ അഭയം പ്രാപിച്ചു എന്ന സൂചന വരുന്നുണ്ട്. അതിനിടെ സിറിയൻ അതിർത്തിയിലുള്ള ഗോലൻ കുന്നുകൾ ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തു എന്ന വാർത്തയുണ്ട്. വിഷയത്തിൽ അമേരിക്ക ഇടപെടരുത് എന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. വിവരങ്ങളുമായി PP ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. അതുപോലെ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട്. ആദ്യം ജെയിംസിലേക്ക്. ജെയിംസ്, ഈ പ്രഭാതത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. മാത്രമല്ല ഈ പ്രസിഡന്റിന് റഷ്യ അഭയം കൊടുത്തു എന്നുള്ള വാർത്തയും ഒരു പുതിയ സൂചനയാണ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉറക്കമൊന്നും വന്നില്ലേ PP ജെയിംസ്? ഈ സിറിയയുടെ കാര്യം ഓർത്ത് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. സിറിയയുടെ കാര്യം എന്തായാലും ഉറക്കം കെടുത്തുന്നതാണ്. അതിരാവിലെ തന്നെ സ്ത്രീയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എല്ലാവർക്കും അറിയാനുണ്ടായിരുന്ന കാര്യം, ഇന്നലത്തെ നമ്മൾ സംഭവവാസങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിൽ ഒരു കാര്യമാണ് ശേഷിച്ചിരുന്നത്. അവിടെ മുഴുവൻ കലാപം, വിമതസേന പിടിച്ചെടുക്കുന്നു, അവിടെ ആഘോഷം നടക്കുന്നു. പക്ഷേ ഒരു വിമാനത്തിൽ കയറി രക്ഷപ്പെട്ട അവിടുത്തെ ബാഷർ അൽ അസാദ് എന്ന 24 വർഷമായിട്ട് അവിടെ പ്രസിഡൻ്റായിരുന്ന, ഒരുപക്ഷെ ഒരു ഏകാധിപതിയായിരുന്ന അദ്ദേഹം എവിടെയാണെന്നത് സംബന്ധിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ഇറാനിൽ പോയെന്ന് ചിലർ, റഷ്യയിൽ പോയെന്ന്. കാരണം റഷ്യയും ഇറാനുമാണ് അദ്ദേഹത്തെ ഇത്ര കാലം പിടിച്ചു നിർത്തിയത്. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ പേരാണ് വന്നിരുന്നത്. അവസാനം ഇന്ന് പുലർച്ചെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അവർ റഷ്യയിലെ മോസ്കോയിൽ ചെന്ന് ആ വിമാനം ഇറങ്ങി. അവിടെ രാഷ്ട്രീയ അഭയം, വ്ളാഡിമിർ പുടിൻ രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ പോർ വിമാനങ്ങളാണ് ഈ വിമത സേനയെ നേരിടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത്. പക്ഷേ ഇത് വീഴുന്നതിന് ഒരു ദിവസം മുൻപ് റഷ്യയിലുള്ള മുഴുവൻ നയതന്ത്ര പ്രതിനിധികൾ, അവിടുത്തെ പൗരന്മാർ, അതുപോലെ തന്നെ റഷ്യയുടെ സേന മുഴുവൻ പിൻവാങ്ങിയിരുന്നു. അപ്പോൾ റഷ്യക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു കാണണം. എന്തായാലും ആസാദ്, ബഷർ അൽ അസാദ്, അദ്ദേഹം റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുന്നു. അവർ കുടുംബാംഗങ്ങളും, നേരത്തെ കാമരാജിൻ്റെ കാര്യം പറഞ്ഞ പോലെ കാമരാജ് ചുവരിടിഞ്ഞ് വീണിട്ട് ശരിയാക്കാത്ത ആളാണ്. പക്ഷേ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ഈ ആസാദിൻ്റെ കുടുംബം വാരിക്കൂട്ടിയ സ്വത്തുക്കൾ, അവരെ കൊന്നൊടുക്കിയ ആയിരക്കണക്കിന് ആൾക്കാർ, ജയിലിലടച്ച ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ റെഫ്യൂജീസായിട്ട്, അഭയാർത്ഥികളായിട്ട് നാട് വിട്ടുപോയി. ഇങ്ങനൊരു ഏകാധിപതികൾക്ക് എങ്ങനെ 50 വർഷം സിറിയ പോലുള്ളൊരു രാജ്യം ഭരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. അതിനിടയിൽ SKN ഇപ്പോൾ അധികാരം പിടിച്ചിട്ടുള്ള HTS, ഹയാത്ത് തെഹ്രി ഷാം, അവരും അത്ര മിടുക്കന്മാരൊന്നുമല്ല. അവർ നേരത്തെ അൽഖ്വയ്ദയായിട്ട് ബന്ധപ്പെട്ട് 2 പതിറ്റാണ്ടുകൾ വർക്ക് ചെയ്തിരുന്ന മുഹമ്മദ് ജുലാനിയാണ് അവർക്ക് നേതൃത്വം നൽകുന്നത്. കട്ടുകട്ടിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അദ്ദേഹം ജുലാനി പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു സിറിയ എന്നാണ്. അത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തി. അദ്ദേഹമായിരിക്കും മിക്കവാറും പ്രസിഡൻ്റായിട്ട് വരാൻ പോകുന്നത്. ജുലാനി ആയിരിക്കും. ജുലാനി പറയുന്നൊരു പ്രസംഗം നടത്തിയത് അവിടുത്തെ വളരെ പ്രശസ്തമായ 1300 വർഷം പഴക്കമുള്ള ഉമയാദ് പള്ളിയിൽ നിന്നാണ്, മുസ്ലിം പള്ളിയിൽ നിന്നാണ് ആ തരത്തിലുള്ള മെസ്സേജ് നടത്തി. അദ്ദേഹം പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൽ പോയില്ല, അതുപോലെ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിലേക്ക് പോയില്ല, നേരിട്ട്. കാരണം അത് കൃത്യമായ മെസ്സേജിങ് ആണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സുന്നി മുസ്ലിമാണ്. അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഷിയ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഡ്രൂസ് ഉണ്ട്, മറ്റ് വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായി, അതുകൊണ്ട് തന്നെയായിരിക്കണം അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഉപദ്രവിക്കുന്ന നിലപാടുണ്ടാകാൻ പാടില്ല, സമാധാനപരമായിട്ടുള്ള അധികാര കൈമാറ്റം നടക്കണം എന്നുള്ള തരത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3 പേർക്കാണ് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വാണിംഗ് ഇറാനാണ്. ഇറാൻ ഷിയ മുസ്ലിംസിൻ്റെ രാജ്യമാണെന്ന് അറിയാലോ. അപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇറാനോടാണ്. ഇറാൻ കഴിഞ്ഞ 50 വർഷമായി സിറിയയെ കൊള്ളയടിക്കുകയായിരുന്നു. ഇവിടെ ആയുധങ്ങൾ വരുത്തി ഏകാധിപതികൾക്ക് ഭരിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇറാനാണ് ആദ്യത്തെ ടാർഗറ്റ്. രണ്ടാമത് വാണിംഗ് കൊടുത്തിരിക്കുന്നത് അമേരിക്കയുടെ പുതുതായിട്ട് അധികാരത്തിൽ വരാനിരിക്കുന്ന ട്രംപിനോടാണ്. ട്രംപ് വല്ലാതെ കളിക്കാൻ വരണ്ട. പ്രത്യേകിച്ച് അമേരിക്കയുടെ ആർമി അവിടെയുണ്ട്. SKN കുർദിഷ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നോർത്ത് ഈസ്റ്റ് സിറിയ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കുർദിഷ് ഫോഴ്സസിന്, അവിടുത്തെ സേനയ്ക്ക് സപ്പോർട്ട് നൽകുന്നത് അമേരിക്കയുടെ സേനയാണ്. അമേരിക്കയുടെ സേന ഇവിടെയുണ്ട്, അമേരിക്കൻ സൈനികരുണ്ട്, ഇവരടക്കമുള്ള ആൾക്കാരൊക്കെ അവിടെയുണ്ട്. എന്ന് മാത്രമല്ല വലിയ പ്രശസ്തനായിട്ടുള്ള ഓസ്റ്റിൻ ടൈസ് എന്ന പത്രപ്രവർത്തകനെ 12 വർഷമായി സിറിയയിൽ തടവിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം എന്തായെന്ന് ജോ ബൈഡൻ
ഇതേക്കുറിച്ച് പ്രതികരിച്ചു. ഈ മണിക്കൂറുകളിൽ അധികം ചോദിച്ചിട്ടുണ്ട് ഓസ്റ്റിൻ ടൈസിന്റെ കാര്യം എന്തായി, അദ്ദേഹത്തെ സുരക്ഷിതമായി കൊണ്ടുവരണം. എന്തായാലും പുതിയ സർക്കാർ വരാൻ പോകുന്നു. റഷ്യയിൽ ഈ പ്രശ്നങ്ങളാണ്. അതിനിടയിൽ SKN ഇസ്രായേൽ ഇത് കറക്റ്റായിട്ട് ഇത് മുതലെടുത്ത് ഈ സിറിയയും ഇസ്രായേലും അതിർത്തികൾ കിടക്കുകയാണ്. അവിടെ ഒരു ബഫർ സോൺ ഉണ്ട് 1967 ശേഷം. ആ ബഫർ സോൺ കയറി പിടിച്ചെടുത്തിരിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഈ ഹമാസുമായിട്ടും ഹിസ്ബുള്ളയായിട്ടും യുദ്ധം നടക്കുകയാണ്. അതിനിടയിൽ ഇതാ മൂന്നാമത്തെ ഒരു സ്ഥലം കൂടി സിറിയയുടെ ഒരു ഭാഗം കയറി പിടിച്ചിരിക്കുന്നു ഇസ്രായേൽ. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഗോലൻ കുന്നുകൾ പിടിച്ചെടുത്ത കാര്യമാണ് ബി ജെയിംസ് പറയുന്നത്. കുറേ അധികം കാലമായി ഗോലൻ കുന്നുകളൊന്നും പിടിക്കാതെ ഇസ്രായേൽ അവസരം കാത്തിരുന്ന പോലെയാണ് ഇപ്പോൾ സിറിയയിൽ കാര്യങ്ങൾ വഷളായപ്പോൾ അവിടെ കയറി ആക്രമിച്ചിരിക്കുന്നത്.